Hello guys, welcome all. Today we will discuss about resistance transducer. എന്താണ് റെസിസ്റ്റൻസ് ട്രാൻസ്ഡ്യൂസർ, അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ, അതിന്റെ രണ്ട് ടൈപ്പ് ക്ലാസിഫിക്കേഷൻ, പൊട്ടൻഷ്യോമീറ്ററും സ്ട്രെയിൻ ഗേജും. ഇതാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യേണ്ടത്. വാട്ട് ഈസ് റെസിസ്റ്റൻസ് ട്രാൻസ്ഡ്യൂസർ? Transducer whose resistance varies because of the environmental effects such type of transducer is known as the resistive transducer. അതായത് റെസിസ്റ്റൻസിന്റെ വേരിയേഷൻസ് വഴി അതിന്റെ ഗേജ് കണ്ടുപിടിച്ച് കറസ്പോണ്ടിങ് ആ ഡിഫറൻസ് ഇലക്ട്രിക്കൽ എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ട്രാൻസ്ഡ്യൂസേഴ്സ് ആണ് റെസിസ്റ്റൻസ് ട്രാൻസ്ഡ്യൂസർ ഓർ റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. അത് യൂസ് ചെയ്യുന്നത് മെയിൻലി ടെമ്പറേച്ചർ, ഡിസ്പ്ലേസ്മെന്റ്, വൈബ്രേഷൻസ് ഒക്കെ പോലുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് മെഷർ ചെയ്യാനായിട്ടാണ് റെസിസ്റ്റൻസ് ട്രാൻസ്ഡ്യൂസേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസറിന് വളരെ ക്ലിയർ കട്ടായിട്ടുള്ള ഡെഫിനിഷൻ ഉണ്ട്. ട്രാൻസ്ഡ്യൂസർ whose resistance varies because of the environmental effects such type of transducer is known as the resistive transducer. Okay, this is the principle of working principle of resistive transducer എന്ന് പറയുന്നത് ഈ ഫിഗറിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് സ്ലൈഡിംഗ് റെസിസ്റ്റീവ് വിൻഡോ ട്രാൻസ്ഡ്യൂസർ ആണ്. ദിസ് ഈസ് ദ സ്ലൈഡർ. ഇവിടെ ഈ സ്ലൈഡറിൽ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് വരുമ്പോൾ ആ റെസിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ റീഡ് ചെയ്യും. ഇവിടെ ഈല് ആ ഡിസ്പ്ലേസ്മെന്റ്, ആ റെസിസ്റ്റൻസിൽ വരുന്ന ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ റെക്കഗ്നൈസ് ചെയ്യും. ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ സ്ലൈഡർ ഈസ് കൺവേർട്ടഡ് ഇൻ ടു ആൻ ഇലക്ട്രിക്കൽ സിഗ്നൽ. ഇതാണ് അതിന്റെ ബേസിക് സർക്യൂട്ട് ഡയഗ്രം എന്ന് പറയുന്നത്. ഒത്തിരി അഡ്വാൻറ്റേജ് ഉണ്ട് റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസറിന്. AC ആൻഡ് DC കറണ്ട് യൂസ് ചെയ്യാം. ഫാസ്റ്റ് റെസ്പോൺസ് ആണ്. പല ഡിഫറെന്റ് സൈസസിൽ അവൈലബിൾ ആണ് വിത്ത് വൈഡ് റേഞ്ച് ഓഫ് റെസിസ്റ്റൻസ്. അങ്ങനെ ഒത്തിരി അഡ്വാൻറ്റേജസ് ഉണ്ട് റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസറിന്. വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് resistive transducer. The resistive transducer element works on the principle that the resistance of the element is directly proportional to the length of the conductor and inversely proportional to the area of the conductor. R is equal to rho L by A, where R is the resistance in ohms, A is the cross-sectional area of the conductor in meter square, L is the length of the conductor in meter square, and rho is the resistivity of the conductor in material in ohm meter. Okay, R is equal to rho L by A എന്ന് പറഞ്ഞ ഫോർമുല നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. The working principle of resistive transducer says that the resistive transducer element works on the principle that the resistance of the element is directly proportional to the length of the conductor and inversely proportional to the area of the conductor. ഈ റോ എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റ് ആണ് കേട്ടോ. എൽ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ കണ്ടക്ടറും എ എന്ന് പറയുന്നത് ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ കണ്ടക്ടർ ഇൻ മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ലെങ്ത് ഓഫ് ദ കണ്ടക്ടറും എൽ ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഏരിയ ഓഫ് ദ കണ്ടക്ടറും. ഓക്കെ, സോ യു മസ്റ്റ് നോ ദ working principle of resistive transducer. Okay, മെയിൻ അപ്ലിക്കേഷൻസ് എന്ന് പറയുന്നതാണ് പൊട്ടൻഷ്യോമീറ്ററും സ്ട്രെയിൻ ഗേജും. വാട്ട് ഈസ് എ പൊട്ടൻഷ്യോമീറ്റർ? പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയുന്നത് is an electric instrument used to measure the EMF, electromotive force of a given cell, the internal resistance of a cell. And also it is used to compare the EMFs of different cells. It can be used as a variable resistor in most of the applications.
പൊസിഷൻ ഡിസ്പ്ലേസ്മെന്റ് അനുസരിച്ച് ഗേജ് കണ്ടുപിടിക്കുന്ന ഒരു മെഷറിംഗ് പൊസിഷൻ ട്രാൻസ്ഡ്യൂസർ ആണ് പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയുന്നത്. മെയിനായിട്ട് നമുക്ക് ഇവിടെ വോളിയം കൺട്രോൾ ആയിട്ട് ഈ സ്റ്റീരിയോ സിസ്റ്റം ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഓഡിയോ സിസ്റ്റത്തിൽ നമ്മുടെ വോളിയം കൺട്രോളറായിട്ടൊക്കെ യൂസ് ചെയ്യുന്നത് അതിന്റെ പ്രിൻസിപ്പൾ ബിഹൈൻഡ് അല്ലെങ്കിൽ അതിന്റെ ടെക്നോളജി ബിഹൈൻഡ് ഈസ് പൊട്ടൻഷ്യോമീറ്റർ. ഓക്കെ, പൊട്ടൻഷ്യോമീറ്റർ. അപ്പോൾ റെസിസ്റ്റൻസ് ട്രാൻസ്ഡ്യൂസറിന് ഒരു വൺ ഓഫ് ദ ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ആപ്ലിക്കേഷൻ ആണ് പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയുന്നത്. ദിസ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ ദ പൊട്ടൻഷ്യോമീറ്റർ. ദിസ് ഇസ് എ ഡയഗ്രാമാറ്റിക് ഫിഗർ. Potentiometer is used as a variable resistor in most of the applications. Okay. Then you have to know about the loading effect. And then loading effect is a potentiometer is a variable resistor, so that loading effect, if it is the only item in the output of the electrical energy, will be to vary the resistive load and the current depending on the setting. അതായത് ഔട്ട്പുട്ടിൽ വരുന്ന വേരിയേഷൻ അതാണ് ആ പൊട്ടൻഷ്യോമീറ്ററിൽ വരുന്ന ഇൻപുട്ട് ലോഡ് എന്ന് പറയുന്നത്. എത്രത്തോളം ലോഡ് വരുന്നോ അത്രത്തോളം വേരിയേഷൻ വരും ഔട്ട്പുട്ടിൽ. സോ ഇൻ എ പൊട്ടൻഷ്യോമീറ്റർ ഇറ്റ്സ് എ വേരിയബിൾ റെസിസ്റ്റർ. Loading effect in it is the only item. The output of the electrical energy will be to vary the resistive load and the current depending on the setting. അപ്പോൾ എത്രത്തോളം ലോഡിൽ വേരിയേഷൻ വരുന്നോ അത്രത്തോളം ഔട്ട്പുട്ടിൽ ഡിഫറൻസ് വരുന്നു. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ആണ് സ്ട്രെയിൻ ഗേജ് എന്ന് പറയുന്നത്. സ്ട്രെയിൻ ഗേജ് അതൊരു സെൻസറാണ്. സ്ട്രെയിൻ ഗേജ് സെൻസർ whose resistance varies with applied force. നമ്മൾ എത്രത്തോളം ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നോ അതിനനുസരിച്ച് ആ സെൻസർ അതിന്റെ ഔട്ട്പുട്ടിൽ വേരിയേഷൻ വരും. എന്തിനെ യൂസ് ചെയ്തിട്ട് കൺവേർട്സ് ദ ഫോഴ്സ്, പ്രഷർ, ടെൻഷൻ, വെയിറ്റ് എക്സെട്ര ഇൻടു എ ചേഞ്ച് ഇൻ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് which can be then be measured. ഓക്കെ, ഏതൊരു എലിമെന്റിലും ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ, ഒരു സ്റ്റേഷനറി ഒബ്ജക്റ്റിൽ നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അപ്പൊ അവിടെ ഒരു സ്ട്രെസ്സോ സ്ട്രെയിനോ ഉണ്ടാകുന്നു. അതാണ് അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. നമ്മളൊരു ബോക്സിനെ ഒരു ടേബിളിൽ ഇരിക്കുന്ന ഒരു ഇടി ഇടിക്കുമ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇടിയാണ്. അപ്പൊ ആ ബോക്സ് അവിടെ ഒരു സ്ഥലത്ത് വേറെ സ്ഥലത്തേക്ക് നീങ്ങിപ്പോകും. റൈറ്റ് എന്ന് പറഞ്ഞ പോലെ സ്ട്രെയിൻ ഗേജ് എന്ന് പറയുന്നത് is a sensor whose resistance varies with applied force. It converts force, pressure, tension, weight, etc. into a change in electrical resistance which can be then be measured. Pressure, force, weight, tension പോലുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു സെൻസർ ആണ്, അല്ലെങ്കിൽ ഒരു റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസർ ആണ്, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ട്രാൻസ്ഡ്യൂസർ ആണ് സ്ട്രെയിൻ ഗേജ് എന്ന് പറയുന്നത്. ഓക്കെ, സ്ട്രെയിൻ ഗേജ് പല ടൈപ്പ് ഉണ്ട്. വയർ ഗേജ്, അൺബോണ്ടഡ്, ബോണ്ടഡ്, ഫോയിൽ ടൈപ്പ്, സെമി കണ്ടക്ടർ ഗേജ്, അങ്ങനെ പല തരത്തിലുള്ള സ്ട്രെയിൻ ഗേജുകളുണ്ട്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്ട്രെയിൻ ഗേജസ്. ഓക്കെ, അപ്പോ സ്ട്രെയിൻ ഗേജ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ദ സ്ട്രെയിൻ ഗേജ്, GAG. ശരിക്കും ഗേജ് എന്ന് പറയുന്നത് GAUG എന്നാണ്. ഗേജ്, സ്ട്രെയിൻ ഗേജ്, ഗേജ് അളവ്. അപ്പൊ ഒരു എക്സ്റ്റേണൽ ബോഡിയിൽ നമ്മൾ ഒരു പ്രഷറോ ഫോഴ്സോ ടെൻഷനോ വെയിറ്റോ അപ്ലൈ ചെയ്യുമ്പോൾ അത് എത്രത്തോളം ഉണ്ട് എന്ന് സെൻസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന
സെൻസർ ആണ്. സ്ട്രെയിൻ ഗേജ് ഈസ് എ സെൻസർ. ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് എ റെസിസ്റ്റൻസ് ട്രാൻസ്ഡ്യൂസർ. രണ്ട് മെയിൻ ടൈപ്പ് റെസിസ്റ്റൻസ് ട്രാൻസ്ഡ്യൂസർ ഉള്ളത്, ഒന്ന് പൊട്ടൻഷ്യോമീറ്ററും രണ്ട് സ്ട്രെയിൻ ഗേജ്. പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയുന്നത് നമുക്ക് പൊസിഷൻ ഡിസ്പ്ലേസ്മെന്റ് ഗേജ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന റെസിസ്റ്റൻസ് ട്രാൻസ്ഡ്യൂസർ ആണ് പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയുന്നത്. അതിന്റെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എല്ലാ ഓഡിയോ സിസ്റ്റത്തിലും നമ്മൾ പഴയ വോളിയം കൺട്രോളിലൊക്കെ യൂസ് ചെയ്യുന്ന ഡിവൈസ് ഉണ്ട്. നമുക്ക് ഇങ്ങനെ തിരിക്കാം, റൊട്ടേറ്റ് ചെയ്യാം, അപ്പോൾ വോളിയം കൂടും. സ്പീക്കറിന്റെ വോളിയം കൂട്ടാനൊക്കെ യൂസ് ചെയ്യുന്ന ഡിവൈസ്. നമ്മളിപ്പോ ടച്ച് ചെയ്തിട്ട് അതിനെ കൂട്ടാനായിട്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നു, കുറയ്ക്കാനായിട്ട് നമ്മൾ റിവേഴ്സ് റൊട്ടേറ്റ് ചെയ്യും. അപ്പൊ അതനുസരിച്ച് ആക്ഷൻ അവിടേക്ക് പോയി ആ സൗണ്ട് കുറയുന്നു, ഇല്ലേ? സ്ട്രെയിൻ ഗേജ് എന്ന് പറയുന്നത് നമ്മളൊരു ഫിസിക്കൽ ഒരു സ്റ്റേഷനറി ഒബ്ജക്റ്റിലേക്ക് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. അപ്പൊ എത്ര അപ്ലൈ ചെയ്തിട്ടുണ്ട് ഫോഴ്സ്, അതിന്റെ ഗേജ് കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ പ്രഷർ അപ്ലൈ ചെയ്യുന്നു, എത്രത്തോളം പ്രഷർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ടെൻഷൻ അപ്ലൈ ചെയ്യുന്നു, ഹൗ മച്ച് ടെൻഷൻ വി ആർ അപ്ലൈഡ്. വെയിറ്റ് അപ്ലൈ ചെയ്യുന്നു, എത്രത്തോളം വെയിറ്റ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ അളക്കാനായിട്ട് യൂസ് ചെയ്യുന്ന റെസിസ്റ്റൻസ് ട്രാൻസ്ഡ്യൂസർ ആണ് സ്ട്രെയിൻ ഗേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് സ്ട്രെയിൻ ഗേജും പൊട്ടൻഷ്യോമീറ്ററും ട്രാൻസ്ഡ്യൂസറിൽ റെസിസ്റ്റൻസ് ട്രാൻസ്ഡ്യൂസറിന്റെ അപ്ലിക്കേഷൻസ് ആണ്, അല്ലെങ്കിൽ ടൈപ്സ് ആണ്. ട്രാൻസ്ഡ്യൂസേഴ്സ് പല ടൈപ്പ് ഉണ്ട്. അതിലൊരു ഇമ്പോർട്ടന്റ് ടൈപ്പ് ട്രാൻസ്ഡ്യൂസർ ആണ് റെസിസ്റ്റൻസ് ട്രാൻസ്ഡ്യൂസർ. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ടൈപ്പ് ഒരു ട്രാൻസ്ഡ്യൂസർ ആണ് റെസിസ്റ്റൻസ് ട്രാൻസ്ഡ്യൂസർ. ഓക്കെ, എന്താണ് റെസിസ്റ്റൻസ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്? അതായത് the transducer whose resistance varies because of the environmental effects such as type of transducers is known as the resistive transducer. Okay, the transducer whose resistance varies because of the environmental effects such type of transducer is known as the resistive transducer. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ആപ്ലിക്കേഷനാണ് പൊട്ടൻഷ്യോമീറ്ററും സ്ട്രെയിൻ ഗേജ്. ഓക്കെ, ഇതാണ് ബേസിക് പ്രിൻസിപ്പിൾ. എക്സാമ്പിൾ, ഇതൊരു സ്ലൈഡിങ് കോണ്ടാക്ട് എന്ന് പറഞ്ഞു. ഇവിടെ സ്ലൈഡർ, സ്ലൈഡർ ഇവിടെ അത് റെസിസ്റ്റീവ് എലമെന്റിൽ നമ്മൾ പ്ലേസ് ചെയ്യും. ദ സ്ലൈഡർ മൂവ്സ് ഹൊറിസോണ്ടലി. The movement of the slider changes the value of the resistive element of the transducer. ഇവിടെ E. സ്ലൈഡർ എത്രത്തോളം മൂവ് ചെയ്യുന്നു അതിൽ വരുന്ന ഡിസ്പ്ലേസ്മെന്റ് അതെന്താവും, അതിവിടെ മെഷർ ചെയ്യും. ഇയിൽ ഇവിടെയാണ് ഡിസ്പ്ലേസ്മെന്റ് വരാം. ഇവിടെ അതെന്ത് ചെയ്യും, ഇവിടെ മെഷർ ചെയ്യും, കാൽക്കുലേറ്റ് ചെയ്യും. അതനുസരിച്ചുള്ള ചേഞ്ച് ആ ഡിവൈസിൽ വരും. ഈ എന്ന് പറഞ്ഞൊരു വോൾട്ടേജ് സോഴ്സ് ആണ്. റൈറ്റ്. അപ്പൊ ഇതിന്റെയൊക്കെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഈ ഒരൊറ്റ ഏത് റെസിസ്റ്റർ, പൊട്ടൻഷ്യോമീറ്റർ ആയാലും സ്ട്രെയിൻ ഗേജ് ആയാലും R is equal to rho L by A. The resistive transducer element works on the principle that the resistance of the element is directly proportional to the length of the conductor and inversely proportional to the area of the conductor. R is equal to rho L by A, where R is the resistance in ohm, A is equal to cross-sectional area of the conductor in meter square, L is equal to length of the conductor in meter square, and rho is the resistivity of the conductor in material in ohm meter. Okay. So that's all about the resistance transducer. I am hereby concluding.